ഏകദേശം റെഡി ആയിട്ടുണ്ട്. ബോൾ മാറി കിട്ടിയിട്ടുണ്ട്. എന്ത് ബോളാണ് ചിക്കൻ കറിയും മുദ്ദും നമ്മൾ നമ്മുടെ തയ്യാറാക്കാൻ പോണത് മുദ്ദ് അഥവാ ഇട്ട് എന്നൊക്കെ പറയും. പിന്നെ റാഗിന്റെ ഉണ്ട, കോറന്റെ ഉണ്ട, മാമക്കുണ്ടെന്നാ പറയാൻ പലതരത്തിലും പറയുമല്ലോ. കെവീർക്ക് പറഞ്ഞ റാഗി ബാള് പറയാ, മുദ്ദ് പറയാ, ഇട്ട് പറയാ, കോറയുണ്ട, ഗോതമ്പുണ്ട മാതിരി കോറയുണ്ട. അപ്പൊ അതാണ് നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോണത്. നമുക്കിത് ഉണ്ടാക്കാം. നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ള പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കാൻ പോണത്. മുളപ്പിച്ച് പൊടിച്ചിട്ടുള്ള റാഗിയാണ്, അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നിറയെ ആളുകൾ വാങ്ങുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ധൈര്യത്തിൽ കഴിക്കാൻ നല്ലതാണ്. ശരീരത്തിന് ഒരുപാട് ഗുണം കിട്ടുന്നതാണ്. അരിഞ്ഞയും വെച്ച് 3 ഇരട്ടി കലോറി കൂടുതലാണ് റാഗിപ്പൊടിയിൽ. അപ്പോൾ റാഗി എപ്പോഴും നമുക്ക് കുറച്ചാൽ കഴിക്കേണ്ടുള്ളൂ. ഇതിന് തരിയുള്ളത് കൊണ്ട് പുട്ടുണ്ടാക്കാനുള്ളത്. അപ്പോൾ റാഗി മുദ്ദ ഉണ്ടാക്കാൻ നമ്മൾ 2 കപ്പ് മാവാണ് എടുക്കുന്നത്. ഇതാ ആദ്യം 1 കപ്പ് ആയില്ല, ഇനി 1 കപ്പ്. അപ്പോൾ 2 കപ്പ് മാവ്. 1 കപ്പിന് 2 കപ്പ് വെള്ളം. അപ്പൊ നമ്മളിവിടെ 4 കപ്പ് വെള്ളമാണ് ഒഴിക്കാൻ പോണത്. 4 കപ്പ് വെള്ളം. ഇതാ 1 2 ഷിജുവിന് ഒഴിക്കാവോ? ഷിജുവിന്റെ കൈ കൊടുക്ക്. 3 4. ഈ 4ാമത്തെ നമ്മ ഇവിടെ മാറ്റി വെക്കുന്നു. അതിനെ പറഞ്ഞാൽ റാഗി കുറച്ചതിൽ കലക്കണം. അതിന് ശേഷമാണ് വെള്ളത്തിൽ ഒഴിക്കുക അല്ലേ? അപ്പൊ 4 കപ്പില് 3 കപ്പ് നമ്മ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൽ 1 കപ്പ് വെള്ളം ഇവിടെ മാറ്റി. അതെന്തിനാ പറഞ്ഞാൽ കുറച്ച് മാവ് ഇതിൽ കലക്കി വെക്കണം. അത് റാഗി കട്ട പിടിക്കാണ്ടിരിക്കാനാണ്. നമുക്കിത് ഇളക്കാം. ഇങ്ങനെ കലക്കി ലൂസാക്കി വെക്കണം. ഒരു 3-4 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി നോക്കിയാലാണ് ഇത് ഉണ്ടാക്കാൻ കിട്ടുള്ളൂ. ആരോഗ്യത്തിന് നല്ല സാധനമാണ്. അയോൺ ഉണ്ട്. കലോറി പറഞ്ഞാൽ ചോറ് 1 ഗ്ലാസ് കഴിച്ചാൽ എത്രയുണ്ടോ ഇതിന് അതിൻ്റെ 3 ഇരട്ടി കലോറിയാണ്. അപ്പോൾ ഇത് കുറച്ച് കഴിച്ചാൽ മതി. കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഊർജ്ജം കിട്ടും. അപ്പോൾ വയറൊന്നും കൂടുതൽ വളരില്ല. കണ്ണെടുത്തുകാരും ആന്ധ്രക്കാരൊക്കെ ഇത് നിറയെ കഴിക്കും. കണ്ണെടുത്തുകാരൊക്കെ അധികം കഴിക്കുന്നതുകൊണ്ട് അവർ ആശുപത്രിക്കൊന്നും അധികം കാൽസ്യം കൂടുതലാണെന്നാണ് പറയുന്നത്. കാൽസ്യം ധാരാളം ഉണ്ട് ഇതിൽ. കുറച്ച് ഉപ്പിടുക ആവശ്യത്തിന്. ഇത് കലർന്ന് വെച്ചത് ഒന്ന് ഇടുക, ഒന്ന് ഒഴിക്കുന്നു. നെയ്യ് ഒഴിക്കും. 1 സ്പൂൺ നെയ്യ്. ചീക്കുട്ട മാവ് ഇടുന്ന റാഗി മാവ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മൂടി വെക്കുക, അടച്ചു വെക്കുക. ഒരു കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം അല്ലേ? മുദ്ദ നമ്മ ഇളക്കണതാ ആയിട്ട് ഇതൊക്കെ ഉള്ളിലേക്ക് പോകണം. ഇപ്പോൾ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. മാവിൻ്റെ കട്ടകളുണ്ടെങ്കിൽ ഇതേമാതിരത്തെ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ നസുക്കി കൊടുക്കണം. അപ്പോഴാണിത് നല്ല കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടുക. അല്ലെങ്കിൽ മാവിൻ്റെ ഉരുണ്ടകൾ വേറെ കിടക്കും. ഉണ്ടാക്കാൻ അറിയണവർക്കൊന്നും പ്രശ്നം. കുറേ സർവീസായ പിന്നെ പ്രശ്നമില്ല. ആദ്യം ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പോൾ കട്ടയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ച് കിടക്കും. അപ്പോൾ അതിനാണ് ഇങ്ങനെ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാ ബോൾ മാറി കിട്ടിയിട്ടുണ്ട്. എന്ത് ബോളാണ് ഒഴിക്കുന്നുണ്ട്. കുറച്ച് മതി. ഒരു ബോൾ എടുത്തിട്ട് ഇതിലുണ്ട്. എന്നിട്ടൊന്ന് ഇങ്ങനെ ഒട്ടുക. ചെറുത് വേണമെങ്കിൽ ചെറുതുണ്ടാക്കാണ്ടേ ഇരിക്കുക. തൊട്ടു പറഞ്ഞാൽ ഒട്ടാൻ പറ്റില്ല. ഇനി നമുക്ക് ആ ചൂട്ടോട് കൂടി ഉണ്ട പിടിക്കണം. 6-ന് മുമ്പ് നമ്മളിവിടെ 2 ഉണ്ടാക്കിയിരിക്കുന്നത്. കാണാനൊരു ഭംഗി. ചെറുത് പണിയെ ചെറുതുണ്ടാക്കാം, വലുത് പണിയെ വലുതുണ്ടാക്കാം. ഇതിനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യ് ഒഴിക്കതിൽ. അങ്ങനെ ഉരുട്ടിയ ശേഷം ഇച്ചിരി കുട്ടികൾ ഇവിടെ എടുത്ത് വെക്കി. അതാ അതന്നെ കുഴി അവനെ ഉണ്ടാക്കി. കുഴിയോടുകൂടി കുഴി ഉണ്ടാക്കാം. കുഴി അവനെ ഉണ്ടാക്കി. കുറെ നേരമായി നിങ്ങളുടെ ഒരു കുഴി ഉണ്ടാക്കല്. അയ്യോ, ഇവിടെ തന്നെ ഒരു കുഴി ഉണ്ടാക്കാം. കടിച്ചവിടെ തന്നെ നെയ്യ് ഒഴിച്ചല്ലേ?
സൂപ്പർ. 2 ബോളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, റാഗി മുദ്ദ് അല്ലേ? റാഗി മുദ്ദ് 2 ബോൾ ഉണ്ടാക്കി. ഇതാ മുദ്ദ് കഴിക്കാൻ പോകാണ്. ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ ചിക്കൻ കറിയും മുദ്ദും. ശ്രീകുട്ട തരാട്ടാ. ഇവിടെ വാവയുണ്ട്. വാവ ശിജിക്കുട്ടന്റെ ഇക്കാന്റെ മോള്. ശിജിക്കുട്ട ദുബായ് കുട്ടി ബൊമ്മക്കുട്ടി കാണിച്ചോ. ബാർബി ഡോള് സൂപ്പർ ആയിട്ടുണ്ടടാ. സൂപ്പറാണോ? സംസാരിക്കാൻ പറ്റില്ല, വായിലൊരു സാധനം ഉണ്ടാവും. സൂപ്പർ ആയിട്ടുണ്ട് സാധനം. നിനക്ക് ഞാൻ തിരി നോക്കട്ടെ. നേരത്തെ കഴിച്ചപ്പോ നന്നായിട്ടുണ്ട്. സൂപ്പർ. സൂപ്പറാണോ? ചൂടുണ്ടാവും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യ, ഷെയർ ചെയ്യ, സബ്സ്ക്രൈബ് ചെയ്യ. ഷിജുവാണല്ലോ അവിടുന്ന് പറയാ. നിന്റെ ഒരു സബ്സ്ക്രൈബ് ചെയ്യല് ലൈക്ക് ചെയ്യല് ഇവിടെ മര്യാദ തന്നോന്ന്. അയ്യോ ഷിജിക്കുട്ടാ ഇല്ലേ എരിഞ്ഞു അല്ലേ? ബൈ പറ, ബൈ പറ, ബൈ പറ. പേര് പറ. പേരെന്താണ്? ആയി സസ്മിയ പറ, നേരെ പറ പേര്. ആ എന്താ പേര്? സ്റ്റൈലായിട്ടില്ലേ പേര്? ബൊമ്മക്കുട്ടിയെ എത്രല്ല പഠിക്കണേ? KG2 ദുബായില് ലീവാണോ ഇപ്പൊ? സ്കൂളിന്റെ പേരെന്താണ്? ശരി, ഒരു പാട്ട് പാടുവോ? 2 വരി പാട്ട്. അതൊക്കെ അറിയും. പാടുമാ? 2 വരി പാട്ട് പാട്. 2 വരി ശിജിക്കുട്ടിക്ക് വേണ്ടിയിട്ട്. ഒരു സ്കൂൾ റൈംസ് ആയാലും വേണ്ടില്ല. അറിയും അറിയും, ഞാനും അറിയാ. അറിയും. നീ കുഞ്ഞുമാവനെയൊക്കെ പാട്ട് പാടി ഓർക്കില്ലേ? പാടി ഓർക്കുമല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട്. ചന്തക്കാരി മാഷാ അല്ലാ. പറ, പാട്ട് പാട്. അറിയും. ഒരു ഡാൻസ് കളിക്കുന്ന അതും ചെയ്യില്ല.